ഇതിൽ എഴുതിയിട്ടുണ്ട്. എന്തായാലും ചുങ്കത്തറയിലെ ബ്ലൈൻഡും ഡഫും ആയിട്ടുള്ള കുട്ടികളുടെ സ്കൂൾ ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിൽ നടക്കണം. അല്ല, മാർത്തോമിന്റെ കീഴില്ല, അതിന് വേറൊരു പേരുണ്ട്, മദർ വറോണിക്ക. മദർ വറോണിക്ക ഈ പറഞ്ഞ ഡെപ്റ്റ് സ്കൂളാണ്. ഒരുപാട് കുട്ടികളുണ്ട്. അതിനൊക്കെ ഒരു വാഹനമില്ല. ഇതിങ്ങളെ നോക്കുന്ന ആ സിസ്റ്റത്തിനെ തന്നെ തലയിൽ വെച്ച് നമ്മൾ പൂജിക്കണം. അവിടെ പോയി കാണുമ്പോഴേ അതൊക്കെ മനസ്സിലാവുള്ളൂ. അപ്പോൾ വാഹനമില്ലാത്തതുകൊണ്ട് കുറച്ച് ദൂരത്തിലെ കുട്ടികൾക്കൊന്നും വരാൻ പറ്റില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു തരണം MLA. നമ്മളെല്ലാ സ്കൂളുകൾക്കും ബസ് കൊടുത്തിട്ടുണ്ട്, നിരത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്താ വെച്ചാൽ അൺഎയ്ഡഡ് ആയതുകൊണ്ട് അത് സ്പെഷ്യൽ സാങ്ഷൻ കിട്ടിയാലേ കൊടുക്കാം. സർക്കാർക്ക് കൊടുക്കണം. സർക്കാർക്ക് കൊടുത്തു. ഈ കണ്ണ് കാണാത്ത കുട്ടികൾക്കൊരു ബസ്സേ മുമ്പര് ചവിട്ടി നടക്കൂല. സ്പെഷ്യൽ ഓർഡറോ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിനോ എന്താ MLA? ഇതൊന്നും പാർട്ടിയുടെ നയമല്ല. ഈ കണ്ണ് കാണാത്ത കുട്ടികളെ കൊണ്ടുപോകാനുള്ള ഒരു ബസ് എങ്ങനെയെങ്കിലും അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഈ പാർട്ടിയുടെ നയമല്ല. ഓക്കെ. പിന്നെ ഈ കണ്ടു കാണപ്പെട്ട കുറെ സ്കൂളുകളുണ്ട് ഇവിടെ. ഭൂരിപക്ഷവും ക്രിസ്ത്യൻ മാനേജ്മെന്റാ. എന്താ കാരണം? ഇവിടെ പഠിപ്പിക്കാൻ ഒരേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ മലപ്പുറം ജില്ലയൊക്കെ പഠിച്ച് നമ്മൾ വലിയ അഭ്യസ്ത വിദ്യരായല്ലോ. ഓക്കെ. എന്തുണ്ടായിരുന്നു 19 കൊല്ലം മുമ്പ് ഈ നാട്ടിൽ? ഈ മലയോര മേഖലയിൽ മുഴുവൻ മനുഷ്യർക്ക് വിദ്യാഭ്യാസം നൽകിയത് ക്രൈസ്തവ സഭകൾ തന്നെയാണ്. തിരുവനന്തപുരത്തു നിന്നും കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരിയിൽ നിന്നും കുടിയേറിയ പാവപ്പെട്ട കർഷകർ അബാൻഡന്റായി കടന്നിരുന്ന മലമുകളിൽ കാട് വെട്ടിത്തെളിയിച്ച് ചുട്ടുകരിച്ച് കൃഷിയുണ്ടാക്കി മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ വന്നവർ അവരാണ് ഈ കുടിയേറ്റ മലയാളികൾ. അക്രമം ചെയ്ത് മലയിൽ കയറിയവരല്ല. പിന്നീട് സർക്കാർ പലർക്കും പട്ടയം കൊടുത്തു, പലർക്കും കൈവശം കൊടുത്തു. ഈ മനുഷ്യരാണ് ഈ കണ്ടു കാണപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ നാട്ടിലുണ്ടാക്കിയത്. ഞാൻ MLA ആയി ഇങ്ങനെ പോകും, സ്കൂളിലൊക്കെ പോയി നോക്കുമ്പോൾ എന്താ സ്ഥിതി? ഒരു 10% 15% ക്രിസ്ത്യാനികൾ കുട്ടികളുണ്ടാവില്ല. സ്റ്റേജ് വന്ന് ഇങ്ങനെ നോക്കിയാൽ നല്ല മൊക്കനിട്ട കുട്ടികൾ പകുതി. അതേമായി തന്നെ നല്ല പൊട്ടൊക്കെ തൊട്ട് നല്ല കുട്ടികൾ, ഹൈന്ദവ സമുദായത്തിൽപ്പെട്ട കുട്ടികൾ. ഒറ്റപ്പെട്ട ഏതെങ്കിലും കുട്ടികൾ കുരിശിട്ടിട്ടുണ്ടാവും. ഞാനിങ്ങനെ വിചാരിച്ചു ഇതൊരു കച്ചവടമാണ് എന്ന് പറഞ്ഞാൽ കച്ചവടം ഉണ്ട്, വേറെ വഴിക്ക് ഇതല്ല. അതൊക്കെ വലിയ വലിയ സംഭവങ്ങളാ. അപ്പൊ കടം വാങ്ങിയും കൂട്ടത്തിൽ പിരിവെടുത്തും കെട്ടിടങ്ങൾ കെട്ടും നമ്മളിത് കാണല്ലേ. അപ്പൊ നമുക്ക് ആകെ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടർ, പിന്നെ ടോയ്ലറ്റ്, പിന്നെ പാചകപ്പുര ഒട്ടുമിക്ക സ്കൂളുകൾക്കും കൊടുത്തു. എഴുത്തട ചെന്നാൽ ഇവിടുന്ന് ഫയൽ നീങ്ങൂല. എന്ത് സാമുദായിക കക്ഷികൾക്ക് MLA ഇത് ശരിയല്ല. 2-3 തവണ അദ്ദേഹം വാൺ ചെയ്തു. അതിനെയൊക്കെ മറികടന്ന് തിരുവനന്തപുരത്ത് പോയിട്ടാണ് ഈ സ്കൂളുകൾക്കൊക്കെ എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇതിന് പച്ച വർഗീയത എന്നല്ലാതെ എന്താ പറയാ? EN മോഹൻദാസ് ഒന്നും സമാധാനം പറയട്ടെ. പച്ച വർഗീയത. ഇന്നിപ്പോ എന്തോന്ന് ഞാൻ കേട്ടു. ഞാൻ നോട്ട് ചെയ്യാൻ വിട്ട്, നോട്ട് ചെയ്ത കടലാസൊക്കെ ഇവിടെ ഉണ്ടാകുന്ന എടുത്തിട്ടില്ല. എന്തിപ്പോ അയാൾ പറഞ്ഞു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അല്ല, തട പറയുമ്പോ മറ്റേ എന്താ പറയുക, തീവ്രവാദിയൊക്കെ പോട്ടെ, അതല്ലാതെ പറഞ്ഞോന്ന് പറഞ്ഞേ. അപ്പൊ ഇതാണ് ഇതിന്റെ സ്ഥിതി. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു ഏരിയാസൊക്കെ ഏരിയ ജില്ലാ സെന്റർ അംഗം കഴുത്തിന് പിടിച്ചു എന്ന് പറഞ്ഞല്ലോ. കുറച്ച് കഴിയുമ്പോൾ കാണാം നിങ്ങൾക്ക് ആ ജില്ലാ സെന്റർ അംഗം ഇതിലിങ്ങനെ അന്തപ്പെട്ട് നടക്കുന്നത്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചോദിച്ചാൽ പറയും. ഇപ്പൊ എന്താണ് ആകെ പ്രശ്നം? എന്താണ് ഇപ്പൊ ചർച്ച? കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ആകെ തോറ്റ MP ഒരു പരിശോധന നടത്തിയോ ഈ പാർട്ടി? എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ദുരന്തം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടായി എന്ന് പരിശോധിച്ചോ? ഏത് പാർട്ടി നേതൃത്വമാണ് പരിശോധന നടത്തിയത്? ഒരു പരിശോധനയും നടന്നിട്ടില്ല. എന്തുകൊണ്ട് മനുഷ്യരിങ്ങനെ തിരിഞ്ഞു നിന്നു? എന്താണ് യഥാർത്ഥ പ്രശ്നം? വടകര മത്സരിച്ച ടീച്ചറുണ്ടല്ലോ, ആരായിരുന്നു ടീച്ചർ? കേരളത്തിലെ മലയാളികൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നവർ, രാഷ്ട്രത്തിന് അതീതമായി അംഗീകാരം ഉണ്ടായിരുന്നു അവർക്ക്. ഒരു വോട്ട് പേഴ്സണായി കിട്ടിയ സഹോദരന്മാരെ ആ വടകരയിൽ
എല്ലാരെക്കാളിലും വോട്ടിന് കണ്ണൂർ ജില്ലയിൽ വടകരയിൽ കോഴിക്കോട് അവർ തോറ്റില്ലേ? എല്ലാവരും 1 ലക്ഷത്തിന് തോൽക്കും. ടീച്ചർ ഏറ്റവും ചുരുങ്ങിയ 50,000-ത്തിനല്ലേ തോൽക്കാൻ പാടുള്ളൂ. 1 വോട്ട് ജനം ചെയ്തിട്ടില്ല. ഈ പാർട്ടി പഠിച്ചോ? പരിശോധിച്ചോ? എന്തേ പരിശോധിക്കാത്തത്? അത് പരിശോധിക്കണമെന്നാ ഞാൻ കത്ത് കൊടുത്തത്. മനസ്സിലായോ?